അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നത് 555 ടൈമർ IC ആണ്. ആദ്യമേ തന്നെ പിൻ ഡയഗ്രം പഠിക്കുക. മൊത്തം 8 പിന്നുകളാണുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ഓർഡറിൽ പഠിക്കുക. ഗ്രൗണ്ട് 1, പവർ സപ്ലൈ 8, പിന്നെ ഇൻപുട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ട്രിഗർ ഇൻപുട്ട് 2ലാണ്, ഔട്ട്പുട്ട് 3ലാണ് എടുക്കുന്നത്. നാലാമത്തെ റീസെറ്റ്. 5, 6, 7 ഓർഡറിൽ പഠിക്കുക. CTD അങ്ങനെ എന്തെങ്കിലും ഒരു ചുരുക്കപ്പേരിൽ പഠിക്കുക. ഡിസ്ചാർജ്, ത്രെഷോൾഡ്, കൺട്രോൾ വോൾട്ടേജ്. ഫങ്ഷണൽ ബ്ലോക്ക് ഡയഗ്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യമേ തന്നെ അറിയാം 555 എന്നുള്ള പേര് വരാൻ കാരണം 5Kയുടെ 3 റെസിസ്റ്റർ ആദ്യമേ നമ്മൾ വരയ്ക്കണം, VCC ആയിട്ട് കണക്ട് ചെയ്തിട്ട്. അതിനുശേഷം അതിൽ നിന്ന് 2 കമ്പരേറ്റർ, 2 ഓപ്പാമ്പ് തന്നെ കമ്പരേറ്റർ വരയ്ക്കണം. അത് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് കണക്ട് ചെയ്യും. ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് ഇൻവേർട്ടർ വഴി ഔട്ട്പുട്ട് എടുക്കും. അതുപോലെ തന്നെ റെസിസ്റ്റർ വഴി കണക്ട് ചെയ്ത് റീസെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. റെസിസ്റ്റർ അല്ല, ട്രാൻസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ കറക്റ്റായിട്ട് ഫിഗറുകൾ, ഫങ്ഷൻ ബ്ലോക്ക് ഡയഗ്രം നിങ്ങൾ വരയ്ക്കുക. ഓക്കെ, അതിൽ അതിൻ്റെ ലോജിക്ക് കാര്യങ്ങൾ, അതിൻ്റെ തിയറിയൊക്കെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പടം വരയ്ക്കാവുന്നത് മാത്രം നിങ്ങളുടേതായ രീതിയിൽ ഓർത്ത് വെക്കുക. നമുക്ക് മെയിൻ 2 സർക്യൂട്ടുകളാണ് 555 ഉപയോഗിച്ച് പഠിക്കാനുള്ളത്. ഒന്ന് അസ്റ്റേബിൾ യൂസിങ് 555. 555 IC എടുക്കുന്നു. അഡീഷണൽ ആയിട്ട് 2 റെസിസ്റ്റർ, ഒരു കപ്പാസിറ്ററും കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അസ്റ്റേബിൾ ആവും. അപ്പം കണക്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. R1 റെസിസ്റ്റർ കഴിഞ്ഞ് 7 എന്ന് പറയുന്ന പിന്നിലേക്ക് കണക്ട് ചെയ്യുന്നത്. R2 എന്ന് പറയുന്നത് 6ഉം 2ലേക്കുമാണ് കണക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് കപ്പാസിറ്റർ വരുന്നത്. അപ്പം ആ നമ്പറുകൾ, പിന്നിൻ്റെ നമ്പറുകൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക, ഓർത്തിരിക്കുന്ന രീതിയിൽ പഠിച്ചു വെക്കുക. 7,62 എന്നോ ആ രീതിയിൽ നിങ്ങൾ പഠിച്ചു വെക്കുക. അത് അസ്റ്റേബിൾ ആണെന്നുള്ളതും ഓർത്ത് വെക്കുക. അസ്റ്റേബിളിൻ്റെ കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ചാർജ് ചെയ്യുന്ന 2 റെസിസ്റ്റർ വഴിയും ഡിസ്ചാർജ് ചെയ്യുന്നത് കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന 2 റെസിസ്റ്റർ വഴിയും ഡിസ്ചാർജ് ചെയ്യുന്ന R2 വഴിയും മാത്രമാണ്. അപ്പോൾ ആ രീതിയിൽ ഇതും സ്ക്വയർ വേവുകൾ ജനറേറ്റ് ചെയ്യും, റെക്റ്റാങ്കിൾ വേവ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബാക്കിയുള്ളതെല്ലാം 1 ഗ്രൗണ്ട്, 8, 4 VCCയിലേക്ക് കണക്ട് ചെയ്യുന്നു. 3യിൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കുന്നു. മോണോസ്റ്റേബിളിൻ്റെ കേസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ സർക്യൂട്ട് ഏകദേശം ഒരുപോലെ തന്നെയാണ്. വ്യത്യാസം എന്താണ്? 2 റെസിസ്റ്ററിൽ 1 റെസിസ്റ്റർ ഉള്ളൂ. ആദ്യത്തെ റെസിസ്റ്റർ കഴിഞ്ഞ് 7ലേക്ക് തന്നെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. കൂടാതെ 6ലേക്കും കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കപ്പാസിറ്റർ വന്നിരിക്കുന്നു. ഈ 2ലേക്ക് നമുക്ക് ട്രിഗർ ഇൻപുട്ട് പൾസ് കൊടുക്കാം. മോണോസ്റ്റേബിളിൽ നമുക്കറിയാം നമ്മളൊരു ട്രിഗർ ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. ട്രിഗർ ഇൻപുട്ട് കൊടുക്കുന്നത് എന്താണ്? ഡിഫറൻഷിയേറ്റർ സർക്യൂട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 ഈ സർക്യൂട്ടുമായിട്ട് കണക്റ്റഡ് അല്ല. അതുകൊണ്ടാണ് അവിടെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കാത്തത്. അത് കണക്റ്റഡ് അല്ല കേട്ടോ. 2ൽ ട്രിഗർ ഇൻപുട്ട് എന്നുള്ളത് എഴുതുക. ഓക്കെ, ട്രിഗർ ഇൻപുട്ടിൻ്റെ സർക്യൂട്ടുകൾ ഡിഫറൻഷിയേറ്ററിൻ്റെ സർക്യൂട്ട് തന്നെയാണ്. അസ്റ്റേബിളിൽ അല്ല, നമ്മുടെ ഒപ്പം ഉപയോഗിച്ചുള്ള മോണോസ്റ്റേബിളിൽ ആ സർക്യൂട്ട് അവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഔട്ട്പുട്ടിൽ നമുക്ക് സ്ക്വയർ പൾസ് കിട്ടും. എപ്പോഴൊക്കെ ട്രിഗർ കൊടുക്കും അന്നേരം എല്ലാവരും സ്ക്വയർ പൾസ് കിട്ടും. അടുത്ത ടോപ്പിക്ക് ഫേസ് ലോക്ക്ഡ് ലൂപ്പാണ്. ജനറൽ ബ്ലോക്ക് ഡയഗ്രം പഠിച്ചു വെക്കുക. മെയിൻലി 4 ബ്ലോക്കുകളാണുള്ളത്. ഒന്ന് ഒരു ഫേസ് ഡിറ്റക്ടർ, ലോ പാസ് ഫിൽട്ടർ, ഒരു എറർ ആംപ്ലിഫയർ, VCO, വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ എന്നാണ് VCOയുടെ ഫുൾ ഫോം. ഓക്കെ, അത് പഠിച്ചു വെക്കുക. ഇനി അതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് FM ഡിറ്റക്ഷൻ ആണ് പൊതുവേ ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സർക്യൂട്ട് അത് തന്നെയാണ്, ബ്ലോക്ക് ഡയഗ്രം തന്നെയാണ് FM ഡിറ്റക്ഷന് നമ്മൾ വെച്ചിരിക്കുന്നത്. FM സിഗ്നൽ ഇൻപുട്ടിൽ കൊടുക്കുന്നു. അതിൻ്റെ ഔട്ട്പുട്ട് എടുക്കേണ്ടത് എറർ ആംപ്ലിഫയർ കഴിയുമ്പോൾ കപ്പാസിറ്റർ വഴി ഔട്ട്പുട്ട് നമുക്ക് എടുക്കാം. നമ്മുടെ ഒറിജിനൽ സിഗ്നൽ കിട്ടും. FM എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ റേഡിയോ, FM റേഡിയോയിൽ FM റേഡിയോയുടെ സിഗ്നൽ വന്നു കഴിയുമ്പോൾ അത് ഒറിജിനൽ ഓഡിയോ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഹൈ ഫ്രീക്വൻസിയിൽ നമ്മൾ സംസാരിക്കുന്ന സാധനം, ഓഡിയോ ഫ്രീക്വൻസീനെ വലിയ ഹൈ ഫ്രീക്വൻസിയിലേക്ക് ആക്കിയതിന് ശേഷം അയക്കുന്നു. അപ്പോൾ അതാണ് FM സിഗ്നൽ എന്ന് പറയുന്നത്. ആ സിഗ്നൽ ലഭിച്ചു കഴിയുമ്പോൾ വീണ്ടും ഓഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അത് ഈ ഫേസ് ലോക്ക്ഡ് ലൂപ്പ് വെച്ച് ചെയ്യാം. ഓക്കെ, അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതൊക്കെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബേസിക് ബ്ലോക്ക് ഡയഗ്രം ആപ്ലിക്കേഷൻ പഠിച്ചു വെക്കുക. ഇനി IC വോൾട്ടേജ് റെഗുലേറ്റർ. അതിൽ ഫിക്സഡ് വോൾട്ടേജ് റെഗുലേറ്റർ ആണ്. 2 സീരീസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. 7-8 സീരീസും 7-9 സീരീസും. 7-8 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഔട്ട്പുട്ട് കിട്ടും. ഫോർ എക്സാമ്പിൾ 7805 എന്ന് പറയുന്ന IC എന്ത് തരും? 5 വോൾട്ടേജ് ഔട്ട്പുട്ട് തരും. 7806 ആണെങ്കിൽ 6 വോൾട്ടേജ് തരും. 7-9 സീരീസിലാണെങ്കിൽ നെഗറ്റീവ് വോൾട്ടേജ് ആയിരിക്കും. ഈ അവസാനം വരുന്ന ഡിജിറ്റായാണ് അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് തരുന്നത്.
അപ്പോൾ അതിൻ്റെ കണക്ഷൻ ഇങ്ങനെ പ്രോപ്പറായിട്ട് കൊടുക്കുക. ഇൻപുട്ട് വോൾട്ടേജ്, ഗ്രൗണ്ട്, പോസിറ്റീവ് ഔട്ട്പുട്ട്. അപ്പോൾ കപ്പാസിറ്ററും കൂടെ കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സർക്യൂട്ട് ഡയഗ്രമായി. ഇനി ഫിക്സഡ് വോൾട്ടേജ് വേരിയബിൾ വോൾട്ടേജ് റെഗുലേറ്ററിൽ 2 കോൺഫിഗറേഷൻസ് ആണുള്ളത്. ഒന്ന് ലോ വോൾട്ടേജ് കോൺഫിഗറേഷനും അതുപോലെ തന്നെ ഹൈ വോൾട്ടേജ് കോൺഫിഗറേഷനും. ലോ വോൾട്ടേജ് കോൺഫിഗറേഷനിൽ ഇതിൻ്റെ പിൻ ഡയഗ്രം പഠിക്കണം കേട്ടോ. 723യുടെ പിൻ ഡയഗ്രം പഠിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഏകദേശം പിൻ ഡയഗ്രം പഠിച്ചു കഴിയുമ്പോൾ, ഈ നോട്ടിലെ പിൻ ഡയഗ്രം കൊടുത്തിട്ടില്ല, പിൻ ഡയഗ്രം പഠിച്ചു കഴിയുമ്പം നിങ്ങൾക്ക് പിന്നുകളെ കുറിച്ചുള്ള ഒരു ഐഡിയ വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇൻപുട്ടിൽ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് നോക്കിയാൽ R1 R2 ഒരു കപ്പാസിറ്റർ. ഇതേ സാധനം എടുത്ത് ഹൈ വോൾട്ടേജിൽ ഔട്ട്പുട്ടിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഔട്ട്പുട്ടിൽ നിങ്ങൾ ഒരു റെസിസ്റ്റർ ഒരു ഷോർട്ടായിട്ട് കണക്ട് ചെയ്യുന്നു, ഷോർട്ട് ലൈന്, അത് കഴിഞ്ഞ് അടുത്ത റെസിസ്റ്റർ R3. അപ്പോൾ ആ ഒരു സ്ട്രക്ചർ പഠിച്ചു വെക്കുക. അപ്പോൾ R3ക്ക് പകരം ഹൈ വോൾട്ടേജിൽ എന്താ ചെയ്യുന്നത്, ഇൻപുട്ടിലുള്ള R1 R2 സാധനം കൊണ്ടുവരും. ഇൻപുട്ടിലുള്ള R1 R2ന് പകരം R3 കൊണ്ട് എടുത്തു വെക്കും. അപ്പം ജസ്റ്റ് ഇന്റർചേഞ്ചിങ് ദി റെസിസ്റ്റേഴ്സ്, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് റെസിസ്റ്റേഴ്സ് ഇന്റർചേഞ്ച് ചെയ്യുവാണ് ലോ വോൾട്ടേജിലും ഹൈ വോൾട്ടേജിലും ചെയ്യുന്നത്. സർക്യൂട്ടിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ പറയുന്നത് കേട്ടോ. സർക്യൂട്ട് എങ്ങനെ ഓർത്തിരിക്കാം, പഠിക്കാം എന്നത് പോയിന്റ് ഓഫ് വ്യൂ മാത്രമാണ് ഈ ക്ലാസ്സുകളെല്ലാം പറയുന്നത്. ഓക്കെ, അപ്പം R1 R2 ഇതിന്റെ കേസിൽ ഹൈ വോൾട്ടേജ് കോൺഫിഗറേഷനിൽ ഔട്ട്പുട്ട് വരും. ഓക്കെ, ഇതിലേതെങ്കിലും ഒരെണ്ണം എക്സാമിന് തീർച്ചയായിട്ടും വരും. കറക്റ്റായിട്ട് അതിൻ്റെ പിൻ ഡയഗ്രം കാര്യങ്ങളൊക്കെ എഴുതി തന്നെ പഠിക്കുക എന്നുള്ളത് മാത്രമാണ് ഓർത്തിരിക്കാനുള്ള മാർഗം. ഫോട്ടോ കപ്ലർ അല്ലെ ഫോട്ടോ ഐസോലേറ്റർ എന്ന് പറയുന്നത് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും എസ് ആയിട്ട് ചോദിക്കുന്നതാണ്. വളരെ സിമ്പിൾ സ്ട്രക്ചറാണ്. ഇത്ര കോംപ്ലിക്കേറ്റഡ് പടം കണ്ടൊന്നും പേടിക്കേണ്ട കാര്യമില്ല. പടത്തിൽ എന്താണുള്ളത്, ഒരു LED വരച്ചിട്ടുണ്ട്, ഒരു ഡയോഡ് കാണിച്ചിട്ടില്ല, അതൊരു LED ആണ്. ഇൻപുട്ടിൽ ഒരു LED ഉണ്ട്. അപ്പോൾ ഈ LED എന്താ തരുന്നത്, LED ലൈറ്റ് തരും. അതാണ് ആരോ ഇട്ട് കാണിച്ചിരിക്കുന്നത്. ഈ ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഡിറ്റക്ടർ, ട്രാൻസിസ്റ്റർ വെച്ചിട്ടുണ്ട്, ഫോട്ടോ ട്രാൻസിസ്റ്റർ. അത് ഡിറ്റക്ട് ചെയ്യും, എന്നിട്ട് ഔട്ട്പുട്ട് ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കി തരും. അപ്പോൾ ഇൻപുട്ടിൽ എന്താണ് കൊടുക്കുന്നത് ഒന്നും കൂടെ പറഞ്ഞു തരാം. ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ LED കൊടുത്തു കഴിഞ്ഞാൽ LEDയിൽ നിന്ന് ലൈറ്റ് വരും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇലക്ട്രിക്കൽ സിഗ്നലിനെ ലൈറ്റ് സിഗ്നൽ ആക്കി മാറ്റുന്നു. ഈ ലൈറ്റ് സിഗ്നലിനെ ഫോട്ടോ ട്രാൻസിസ്റ്റർ ഡിറ്റക്ട് ചെയ്തിട്ട് അതിനെ വീണ്ടും ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കുന്നു. അപ്പോൾ ഒരു ഐസോലേഷൻ സംഭവിക്കുന്നു. അതുകൊണ്ടാണ് ഐസോലേറ്റർ എന്ന് പറയുന്നത്. എന്താണ്, ഇലക്ട്രിസിറ്റി കണ്ടിന്യൂസ് ആയിട്ട് പാസ് ചെയ്യുന്നില്ല. പിന്നെ എന്താ സംഭവിക്കുന്നത്, ഇലക്ട്രിക് സിഗ്നലിനെ ആദ്യമേ ലൈറ്റ് ആക്കുന്നു, ലൈറ്റിനെ വീണ്ടും ഇലക്ട്രിക് സിഗ്നൽ ആക്കുന്നു. സർക്യൂട്ടുകൾ തമ്മിൽ ഐസോലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഓരോ കമ്പോണന്റിന്റെയും പേര് എഴുതുക, അതിന്റെ ആപ്ലിക്കേഷൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒപ്റ്റോ കപ്ലറായി. അവസാന ടോപ്പിക്കുകളിലേക്ക് കടക്കുവാണ്. ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ, വെയ്റ്റഡ് റെസിസ്റ്റർ ടൈപ്പ് DAC. ഈ വെയ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ റെസിസ്റ്റർ നോക്കിയേ, ഒന്ന് 1K, പിന്നെ അതിന്റെ ഡബിൾ 2K, 2Kയുടെ ഡബിൾ 4K, അതിന്റെ ഡബിൾ 8K. ഇനി അടുത്ത റെസിസ്റ്റർ വരുവാണെങ്കിൽ അത് 16K ആയിരിക്കും. അതാണ് വെയിറ്റ്. റെസിസ്റ്ററിന് വെയിറ്റ് കൊടുക്കുകയാണ്. 1, 2, 4, 8 ഇരട്ടിയായിട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. 2ന് മൾട്ടിപ്പിൾ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഈ സർക്യൂട്ട് എന്താണ്, സർക്യൂട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ തന്നെയാണ്. ഒരു ഇൻപുട്ടിന് പകരം നമ്മൾ 4 ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇനി എന്താണ് ഈ സർക്യൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ 4 ഇൻപുട്ടുകൾ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ ഡിജിറ്റ്സ് കൊടുക്കും, 0 അല്ലെ 1 കൊടുക്കും. ഡിജിറ്റലിനെ അനലോഗ് ആക്കാനാണല്ലോ. ഡിജിറ്റൽ എന്ന് പറയുന്ന ഇൻപുട്ട് ഉണ്ടാണ് ഒന്നെങ്കിൽ 0 അല്ലെ 1. അപ്പൊ അത് കൊടുക്കും. ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും, അനലോഗ് സിഗ്നൽ കിട്ടും. ഇതാണ് DAC ചെയ്യുന്നത്. ഇനി R2R ലാഡർ ടൈപ്പിൽ നിങ്ങൾ നോക്കിക്കുക, അത് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ തന്നെയാണ്. 6, 2R എന്ന് പറഞ്ഞ റെസിസ്റ്ററുകൾ ഇങ്ങനെ സീരീസ് ആയി കണക്ട് ചെയ്തേക്കുവാണ്. അതിന്റെ താഴെ വശത്താണ് ഈ പറഞ്ഞ ഡിജിറ്റൽ സിഗ്നൽ 0 അല്ലെ 1 കൊടുക്കുന്നത്. ഇവിടെയും എന്ത് തന്നെയാണ് സംഭവിക്കുന്നത്, ഡിജിറ്റൽ ആയിട്ടുള്ള 0, 1 കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ അനലോഗ് സിഗ്നൽ കിട്ടും. ഓക്കെ, ഇനി ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ. നേരെ തിരിച്ച് അനലോഗ് സിഗ്നൽ തന്നാൽ ഡിജിറ്റൽ ആക്കണം. അതിൽ ഫ്ലാഷ് ടൈപ്പ് മാത്രമാണ് നമ്മൾ മെയിൻലി പഠിക്കുന്നത്. ബാക്കിയുള്ളത് നിങ്ങൾ താല്പര്യമുള്ളവർക്ക് റെഫർ ചെയ്ത് പഠിക്കാം. ഇതിലെന്താ സംഭവിക്കുന്നത്, ഇതിൽ ഒരു കമ്പറേറ്ററുകളുണ്ട്. ഇത് നമുക്ക് ശരിക്കും 3 ബിറ്റിന്റെയാണ് തന്നിരിക്കുന്നത്. 3 ബിറ്റ് എന്ന് പറഞ്ഞാൽ 3 ബിറ്റ് ഔട്ട്പുട്ട്, ഡിജിറ്റൽ ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഔട്ട്പുട്ട് കിട്ടുന്ന പറയാം 000 എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടാം, 001 എന്നുള്ളത് കിട്ടാം. അങ്ങനെ 8 കോമ്പിനേഷൻ ഉണ്ട്. ലാസ്റ്റ് വരുന്നത് 111 എന്ന് പറയുന്ന കോമ്പിനേഷൻ കിട്ടാം. ഇൻപുട്ടിൽ കൊടുക്കുന്നത് എന്താണ്, ഇൻപുട്ടിൽ നമ്മൾ കൊടുക്കുന്നത് ഒരു അനലോഗ് സിഗ്നലാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള സൈൻ വേവ് പോലത്തെ ഒരു സിഗ്നലാണ് കൊടുക്കുക. ഓക്കെ, അത് എങ്ങോട്ടാണ് കൊടുക്കുന്നത്, പോസിറ്റീവിലേക്കാണ് കൊടുക്കുന്നത്. എത്ര കമ്പറേറ്ററുകളുണ്ട്, എത്ര ഓപ്പാമ്പുകളുണ്ട് കണക്ട് ചെയ്തേക്കുന്നത്, 3, 4, 5, 6, 7 എണ്ണം കണക്ട് ചെയ്തിട്ടുണ്ട്. 2⁻3 എന്ന് പറഞ്ഞാൽ 8 -1 അത്രയാണ് ഓപ്പാമ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഔട്ട്പുട്ട് 2 ബിറ്റേ ഉള്ളെങ്കിൽ 2⁻2 -1 3 ഓപ്പാമ്പ് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ.
അപ്പോൾ ഇത് 3 ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. 2 ഔട്ട്പുട്ട് ആണെങ്കിൽ 2 4 -1 3 ഓപ്പാമ്പ് കണക്ട് ചെയ്താൽ മതി. സർക്യൂട്ടും കാര്യങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. ഇതിന്റെ ഈ ഓപ്പാമ്പിന്റെ കമ്പറേറ്ററിന്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് എൻകോഡറിലേക്കാണ് കൊടുക്കുന്നത്. എൻകോഡറിലേക്ക് കൊടുക്കുന്നു. അതാണ് ഡിജിറ്റലാക്കി തരുന്നത്. ഓക്കെ. അതിൽ നെഗറ്റീവിലേക്ക് കൊടുത്തിരിക്കുന്നത് പിന്നെ വി റെഫറൻസ് വോൾട്ടേജ് വെച്ച് റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ട് അതിന് റെഫറൻസ് വോൾട്ടേജ് എല്ലാ ഓപ്പാമ്പിലേക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും എഴുതി തന്നെ പഠിക്കുക. ഓക്കെ.